ഹാപ്പിയായിട്ട് ജീവിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നില്ല. നിങ്ങൾ പരിചയപ്പെട്ടതിൽ ഏറ്റവും ബെസ്റ്റ് ആക്കിയ ആൾക്ക് ഈ റീഡ് ഷെയർ ആക്കി. ഏതോ നിന്നെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഈ വർഷം ഇത്ര അടിപൊളിയാവില്ലായിരുന്നു. 2025 നീ എന്ത് സമ്പാദിച്ചു എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറയും നിന്നെ പോലുള്ള കുറച്ച് മനുഷ്യന്മാർ സമ്പാദിച്ചിട്ടുണ്ട്. കാരണം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എന്റെ എല്ലാ സങ്കടങ്ങളും മനസ്സിലാക്കി എന്റെ കൂടെ കട്ടക്കണുണ്ട്. എന്റെ വിജയങ്ങളിലൊക്കെ എന്നെക്കാളും കൂടുതൽ സന്തോഷിച്ച് എന്നെ ചേർത്ത് പിടിച്ച ആളാണ് നീ. സോ എനിക്ക് നിന്നോട് ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്, മരണം വരെ നീ എന്റെ കൂടെ ഉണ്ടാവണം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. കഴിഞ്ഞു പോയ വർഷത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ എന്താ പറയാനുള്ളത് ഒന്ന് പറഞ്ഞേ. അൽഹംദുലില്ലാ. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വരാനിരിക്കുന്ന വർഷത്തെക്കുറിച്ചോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നാൽ നമ്മുടെ പ്രേക്ഷകരെ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർക്ക് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാനുണ്ടോ? പിന്നെ പ്രേക്ഷകർ എന്ന് പറയാൻ വലിയൊരു യൂട്യൂബർ കാര്യമൊന്നുമല്ലല്ലോ നമ്മൾ. എന്തായാലും പറയാമെന്ന് വെച്ചാൽ നമുക്ക് നല്ലതുണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതറിയുന്ന ആളുകൾ സങ്കടപ്പെടുന്ന അസൂയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലും ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സന്തോഷം വരുമ്പോൾ ഒരു നന്മ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി പറയാം ഫസ്റ്റ്. എന്നിട്ട് നമ്മളോട് അത്രയും അടുത്ത ആളുകളോട് മാത്രം ആദ്യം പറയാം. ബാക്കിയുള്ളവർക്ക് പിന്നെ അറിഞ്ഞോളും, എല്ലാവരോടും പറഞ്ഞെടുക്കരുത്. പിന്നെ മറ്റുള്ളവർക്ക് ഒരു ദുഃഖം സങ്കടങ്ങളൊക്കെ വരുമ്പോൾ കൂടെ നിൽക്കാൻ ശ്രമിക്കുക, ഏത് രൂപത്തിലാണെങ്കിലും നിങ്ങളോട് കഴിയുന്ന രൂപത്തിൽ. നമ്മൾ കാരണം ആർക്കും ഒരു സങ്കടമോ വിഷമമോ ഉണ്ടാവാൻ പാടില്ല എന്ന് ഓരോ ആളുകളും ചിന്തിച്ചാൽ നല്ലൊരു വർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ.